എന്താ അയ്യോ അയ്യോ വണ്ടി മുമ്പിൽ മാറാം എന്തുകൊണ്ടാണത് എവിടെയൊക്കെ നടക്കുന്നത് വണ്ടിയുടെ മുമ്പിൽ ചാടാൻ ഓരോന്ന് കുറ്റം പിടിച്ച് രാവിലെ ഇറങ്ങും ആഹാ എന്റെ മേത്ത് വണ്ടി ഇടിച്ചിട്ട് എന്നോട് ചൂടാവുന്നു എന്നാ ഞാനും ചൂടാവും എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത് എന്നോട് കളിക്കരുത് ഞാൻ ആരാണെന്ന് എനിക്ക് അറിയില്ല ഞാനാണെന്ന് തനിക്കും അറിയില്ല ഞാൻ എത്ര പേര് ഓടിച്ചില്ല ഞാൻ ഇവിടെ തനിക്കറിയോ നീ ആരായാലും എനിക്കെന്താ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിലേ അടിച്ചതിന്റെ പല്ലി നടക്കും നീ ചെറ്റയാണെങ്കിൽ ഞാൻ മഹാ ചെറ്റയാ വണ്ടി എടുത്ത് പോടാ മേൽ നീ പൈസ എടുത്തെങ്ങാനും കണ്ടുപോകണ്ടല്ലോ വണ്ടി എടുത്ത് പോടാ പോടാവുന്ന അവിടെ നിൽക്കേ ആരോട് ചോദിച്ചിട്ടാ ഇതിനകത്ത് കയറിയത് ഇതെന്താ നിന്റെ തറവാട് സ്വത്താണെന്ന് കരുതിയോ ഞാനിവിടെ മാനേജറായിട്ട് എന്താണോ ഇന്നാളെ ഒരുത്തം വന്ന് പറഞ്ഞു വരുത്ത മുതലാളിയാണെന്ന് ഓരോരോ ഭ്രാന്തന്മാർ വന്ന് കയറിക്കോളും മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇവിടെ എല്ലാരും ഭ്രാന്തന്മാരാന്നാ തോന്നുന്നത് എന്തോന്നാണോ പെറുപെറുക്കുന്നേ ഇറങ്ങി പോടോ എടോ ഇറങ്ങി പോകാൻ ഞാൻ പറഞ്ഞില്ല ഞാനിവിടെ മാനേജറായിട്ട് വന്നാണ് ചേട്ടാ തള്ളാടോ ഞാൻ മുതലാളി കാണട്ടെ എന്താ കൃഷ്ണൻകുട്ടി ആരാ അവിടെ ഏതോ ഭ്രാന്തയോ കൊച്ചമ്മേ എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടേരി കൃഷ്ണൻകുട്ടി മാറോ മാഡം എന്താടോ ഇത് ഞാനിവിടെ മാനേജറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാ വരുന്ന വഴിയിൽ ബൈക്ക് കൊണ്ട് ചെളി വീണു അതാ ഇങ്ങനെ വരൂ അയ്യോ ടവലെടുക്കാൻ പറഞ്ഞല്ലോ എന്താ മിസ്റ്റർ പിന്നെന്താ ഇവിടെ ഒരു പൊട്ടം കളി അല്ല ബാഗിൽ നിന്ന് ടവലെടുക്കാൻ മറന്നു എടുത്തു തരാം May I come in, madam? How sweet. Madam. Take your seat. Thank you, madam. Certificates. മിടുക്കൻ. ആ ബിസിനസ് മാനേജ്മെന്റിൽ ഫസ്റ്റ് റാങ്ക് ആണല്ലോ മിടുക്കനെന്ന്. Thank you, madam. ശരത്ത് വിവാഹിതനാണോ? അല്ല മാഡം. ഭാഗ്യം. അല്ല ശരത്തിന്റെ പ്രായത്തിലുള്ള മറ്റു ചെറുപ്പക്കാരെ പോലെ നേരത്തെ വിവാഹം കഴിച്ച് ജീവിതത്തിന്റെ സുഖമൊന്നും നഷ്ടപ്പെടുത്തിയില്ലല്ലോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പോ ശരത്ത് ഇങ്ങോട്ട് പോന്നാ പിന്നെ അമ്മ ഒറ്റയ്ക്കാവില്ലേ? ഇല്ല, തൊട്ടടുത്ത അമ്മാവന്റെ വീട്. ഓഹോ, അപ്പൊ കുഴപ്പമില്ല. ശരത് അല്ലേ? അതെ സർ. ഇരിക്കും. സർട്ടിഫിക്കറ്റുകളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ഓ സർ. അതെല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട്. ശരത്, എത്രയാ ശമ്പളം പ്രതീക്ഷിക്കുന്നത്? അത് മടിക്കണ്ട, പറഞ്ഞോളൂ. ഒരു 6000 പെർ മന്ത്. എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് 4000 തന്നെ അധികമാ. കാര്യങ്ങൾ അറിയില്ലെങ്കിൽ മിണ്ടാതിരിക്കൂ ഫെർണാണ്ടസ്. ശരത്തിനെ പോലൊരു MBA റാങ്ക് ഹോൾഡർക്ക് 10,000 റീസണബിൾ ആണ്. യു ആർ ഗെറ്റിംഗ് 10,000 ശരത് ആൻഡ് ഫ്രീ അക്കോമഡേഷൻ. റിയലി? താങ്ക് യു മാഡം. ശരത്, ദാ ഇത് നിങ്ങളുടെ ക്വാർട്ടേഴ്സിന്റെ കീ ആണ്. താങ്ക് യു മാഡം. താങ്ക് യു സർ.
കൺഗ്രാറ്റുലേഷൻസ് മിസ്റ്റർ യങ്മാൻ. ഞങ്ങളുടെ എസ്റ്റേറ്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ. എന്നാ ഞാൻ അങ്ങോട്ട്. ഓക്കെ ശരത്, ഓൾ ദി ബെസ്റ്റ്. ആ ഗ്ലോറി, നമ്മൾ തമ്മിലുള്ള പ്രശ്നം മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചെങ്കിലും പുറത്തെടുക്കായിരുന്നൂടെ? നമ്മളോ? അതൊക്കെ എന്നെ അവസാനിച്ചു. ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. പാപ്പു, എന്നെ കുറിച്ച് തമിഴിലൊരു പാട്ടുണ്ട്. എന്താന്ന് തനിക്ക് തെരിയുമാ? ഷൺമുഖ. അങ്ങനെ ഇപ്പൊ അശഞ്ഞിലേണ്ട. എന്റെ പേരിലും പാട്ടുണ്ട്. തന്റെ പേരില് പാട്ട് എന്താ പാപ്പു? പാപ്പു ഐ എടാ പാപ്പു, അങ്ങ് പറടാ. നമ്മ മാനേജർ താമസിച്ചിരുന്ന വീട് ഒഴിഞ്ഞു കിടക്കില്ലായിരുന്നു. അവിടെ ലൈറ്റ് കെടുന്നു ഓഫ് ആവുന്നു, കെടുന്നു ഓഫ് ആവുന്നു. ശരിയല്ല അശനെ, അവിടെ കള്ളം കയറി ലക്ഷണമുണ്ട്. വാടാ, 2 വടി എടുക്ക്, നമുക്ക് പോയി നോക്കാം. മുള്ളു മുള്ളു. ഇവിടെ പോകാൻ ഒറ്റ. അതല്ല, കാലയില് മുള്ളു. ഓ, മുള്ളു തുടങ്ങേണ്ട ഒരു സമയം. അയ്യോ, ആശാനത്തോടെ പോയി. ആശാനെ, ആശാനെ. രാവിലെ തന്നെ എവിടേക്കാ ഇത്ര സ്പീഡില്? അണ്ണാ, ഞാനും കൂടെ കേറിക്കോട്ടെ ഈ സൈക്കിളില്? ഇത്രയും നല്ലൊരു സാധനത്തിനെ കണ്ടിട്ട് ഇങ്ങനെ കണ്ണുതള്ളി നിൽക്കുക? സ്വയം അങ്ങ് തീരുമാനിച്ചപ്പോഴല്ലോ, എനിക്കൂടെ ഒന്നും തോന്നണ്ടേ? എന്നെ കണ്ട ഏത് കണ്ണുപൊട്ടനും പറയും നല്ല അടിപൊളി ചരക്കാണ്. ആ, കണ്ണുപൊട്ടന്മാരെ പറയൂ. അന്നമ്മെ കണ്ടപ്പോ അന്നം മറന്നെന്ന് പറഞ്ഞാൽ ഒരു കാര്യം വിട്ടു. നീ ഏതാടി പെണ്ണെ? ഞാൻ ഷൺമുഖം. ഷൺമുഖോ? ആ, ഇവിടുത്തെ എസ്റ്റേറ്റ് ജോലിക്കാരനാ ഷൺമുഖം. എന്റെ മാമനാ. അപ്പൊ മാമന്റെ പേര് അറിഞ്ഞു, നിന്റെ പേര് പറഞ്ഞല്ലോ. ലക്ഷ്മി. ആ, എനിക്ക് പോയിട്ട് പണിയുണ്ട്. കഴിച്ചിട്ട് പാത്രം പുറത്തു വെച്ചാ മതി, ഞാൻ വന്നെടുത്തോളാം.